നമ്മുടെ വീട്ടിലെ ടാങ്കിൽ വളർത്തിയിട്ടുള്ള നാടൻ മുഴിയുണ്ടത്. അതിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ഉണ്ടാ. അങ്ങോട്ട് കാണിച്ചാൽ മതി, അവരങ്ങ് ചാടിക്കോളും. അങ്ങ് ചരിച്ച് വെച്ചാൽ മതി, അപ്പം അടുപ്പ് വീഴില്ല. ചരിച്ച് വെച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ കുളങ്ങളിലൊക്കെ ഈ ഒരു ഐറ്റത്തിന് ഇപ്പം കാണാൻ പോലും ഇല്ല കേട്ടോ. ഞാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ കിട്ടിയത്. അത് നിലത്ത് കിടക്കുന്നത് എന്നിട്ട് വെള്ളം അടിക്കട്ടെ. ദൈവനട്ടാ നമ്മുടെ ഉള്ളതിൽ ഏറ്റവും വലുത്. ഈ സിമെന്റ് ടാങ്കി കിടന്നുകൊണ്ട് തന്നെ ഇവന്മാരെ കളറിന് ചെറിയ വ്യത്യാസമുണ്ട്. നാച്ചുറൽ പോണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളർ വരും. ഇവന്മാർക്ക് വെള്ളമൊന്നും ഒരു പ്രശ്നമല്ല കേട്ടാ. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ വെള്ളമില്ലാണ്ട് കിടന്നോളും, ഒരു കുഴപ്പവും പറ്റൂല. ഇതിപ്പോൾ ഒരു 6 മാസത്തിൽ മേലെ ആയിട്ടുണ്ട് കേട്ടാ. ഇതിന് മുമ്പ് വളർത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ച കറക്റ്റ് ആണോ എന്ന് അറിയാനും പറ്റൂല. പോണ പോക്ക് കണ്ട, പാമ്പ് പോണ പോലെയുണ്ട്. നമ്മുടെ ടാങ്കിൽ കിടക്കുന്ന ഒരു സക്കറാണ്. ഒരു കുഞ്ഞിനെ മേടിച്ചിട്ടാണ് കേട്ടാ ഇപ്പം ഇവൻ ഈ സൈസ് എത്തി. ഇതേ കണ്ട, പുതിയ വെള്ളം വന്നപ്പോൾ എല്ലാം നല്ല ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ഓപ്പോസിറ്റ് കയറി പോണ ഒരു മീനുണ്ടത്. കുളത്തിലൊക്കെ ഇട്ട് മര്യാദയ്ക്ക് നെറ്റൊന്നും ഇട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കയറിപ്പോവും. പിന്നെ ഇവന്മാരുടെ ശരീരത്തിൽ കണ്ട ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഇടയ്ക്ക് വന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. ഇതിങ്ങനെ വരാനുള്ള റീസൺ അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലത്, ഈ അടുത്താണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ടാങ്കൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഈ മുഷു ആയതുകൊണ്ട് തന്നെ എത്ര ക്ലീൻ ചെയ്താലും മാക്സിമം ഒരു 3-4 ദിവസം, അതിനു മുമ്പ് വെള്ളമൊക്കെ പഴയ പോലെ തന്നെ ആവും. പിന്നെ നമ്മൾ ഈ ടാങ്ക് കോഴി വേസ്റ്റ് പോലത്തെ ഫുഡുകളൊന്നും കൊടുക്കാറില്ല കേട്ടോ. ആകെ കൊടുക്കുന്നത് പെല്ലറ്റ് ഫീഡും പിന്നെ BSF ലാർവയാണ്. എന്തായാലും മീനുകളൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ. നാടനായതുകൊണ്ട് തന്നെ ഇവന്മാർ അത്ര വലിയ സൈസൊന്നും വെക്കാൻ പോണില്ല. ഇവന്മാരെ നമ്മൾ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ വളർത്തിയതാണ് കേട്ടോ. പണ്ടൊക്കെ ഇവിടെ തോട്ടിലും കുളത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മീനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.